എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രിപ്റ്റോയിലും ഗോൾഡിലും പിന്നെ കറൻസിയിലൊക്കെ ട്രേഡ് എടുക്കുമ്പം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന 3-4 ഇൻഡിക്കേറ്റർ ഉണ്ട്. അപ്പോൾ ആ ഇൻഡിക്കേറ്റർ എങ്ങനെ അതിനകത്ത് ചില നല്ല എൻട്രികൾ എടുക്കാൻ പറ്റും, ഏതൊക്കെ സാഹചര്യമാണ് അതിനകത്തുള്ളത്, അതുപോലെ ഒരു പുതിയ VPC എന്ന് പറയുന്ന വിവ പ്രൈസ് ചാനൽ എന്ന് പറയുന്ന ഒരു പുതിയ ഇൻഡിക്കേറ്റർ, അതും നല്ല അടിപൊളിയായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ രീതികൾ എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. നമ്മൾ നോർമൽ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഞാൻ CPR പ്രെഡിക്റ്റീവ് ചാനൽ ഇതാണ് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ക്യാമറില്ല, പിന്നെ വേറെ സൂപ്പർ ട്രെൻഡ് ചില സമയത്ത് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ VPC കുറച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നല്ല രീതിയിൽ അതിനകത്ത് ചാൻസസ് സ്കാൾപ്പിങ്ങിന് അടിപൊളിയായിട്ട് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇത് കാണുന്നവർക്ക് ഇപ്പം ട്രേഡിങ് നല്ലൊരു സ്കാൾപ്പിംഗ് ചെയ്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെയധികം പ്രയോജനപ്പെടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം അത് അത്രയ്ക്കും നല്ല രീതിയിൽ വർക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നോർമൽ ഇപ്പോൾ CPR പ്രിഡിക്റ്റീവ് ചാനലിലെ ഓക്കെ, ഇപ്പോൾ CPR മാത്രം ഞാനിപ്പോൾ ഇത് ചെയ്തിട്ടുണ്ട്. CPRൻ്റെ എങ്ങനെയാണ് ട്രേഡിംഗ് രീതികളെന്നൊക്കെ ഉള്ളത് ഇതിന് മുന്നിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ വീഡിയോ നോക്കിയാൽ മതി. നമുക്ക് CPR നമ്മൾ നോർമൽ ചെയ്യാറുള്ളത് ഇന്നത്തെ ദിവസത്തെ മൂവ്മെൻറ്റ് ഇവിടെ നോക്കാം. ബിറ്റ് കോയിനകത്ത് കഴിഞ്ഞ ദിവസം ഇവിടെ നോക്കിയാൽ അറിയാം, അതിൻ്റെ CPR ലെവലിൽ ഹെവി സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ് ഇത്. അതിൻ്റെ ഇടയിൽ അതിൻ്റെ ന്യൂസ് വന്നിട്ട് ഇതിന് മുന്നിലത്തെ ദിവസം ഒരു ന്യൂസ് വന്നത്, അതായത് റഷ്യയിൽ റീറ്റെയിലേഴ്സിന് ബിറ്റ് കോയിൻ ബാൻ ചെയ്തേക്കുമായിരുന്നു. അവർക്ക് ബൈ ചെയ്യാനും സെല് ചെയ്യാനൊന്നും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ബാൻ എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞ അതിൻ്റെ ഒരു മൂവ്മെൻ്റാണ് ഈ കാണുന്നത്. അതിനുശേഷം അതൊരു ഹയർ ലെവലിൽ തന്നെ ഇന്നലെ അത് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, CPRൻ്റെ ലോവർ ലെവലിൽ ഹെവി സപ്പോർട്ടാണ് എടുക്കുന്നത്. 1, 2, 3 പ്രാവശ്യം വന്നിട്ട് അത് തിരിച്ച് കയറിപ്പോയി. പിന്നെ ഇന്നത്തെ ഇതിൽ വരുമ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, CPR ലെവലിൻ്റെ ലോവർ ലെവൽ വരെ വന്നിട്ടുണ്ട്. പിന്നെ കുത്തനെ ഒരു കയറ്റമാണ് കയറിയത്. കുത്തനെ ഒരു കയറ്റം കയറുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്, നമ്മൾ ഇത് എവിടെ നിന്നാണോ റിവേഴ്സ് അടിക്കുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിവിടെ റിവേഴ്സ് അടിക്കുന്ന നോക്കും, ഇവിടെ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, ഇറങ്ങുന്നില്ല. R1 അടിച്ചു, ഇറങ്ങുന്നില്ല. അപ്പോൾ ഒന്നും നമ്മൾ ട്രേഡ് എടുക്കരുത്. R2 അടിച്ചു, ഇറങ്ങുന്നില്ല. R3 അടിച്ചിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഇവിടാണ് ഫസ്റ്റ് റിവേഴ്സൽ വരുന്നത്. R3 അടിച്ചിട്ട് ഇറങ്ങുന്ന സമയത്ത് ആ ഇറങ്ങിയ R3യുടെ താഴോട്ട് വരുമ്പോൾ നമ്മൾ എൻട്രി എടുത്താൽ 124, 221 എൻട്രി എടുത്താൽ നമുക്ക് നോക്കിയേ, ഏകദേശം 900 പോയിന്റ് 123 300 ചില്ലാനം, അതായത് 900 പോയിന്റ് നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. 900 പോയിന്റ് ഇവിടെ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു കയറി ഹൈ അടിക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്യുക അടുത്ത ചാൻസിന് വേണ്ടി. അടുത്ത ചാൻസ് CPR വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെങ്കിൽ ഇതിനകത്ത് പ്രൊഡിക്റ്റീവ് ചാനൽ യൂസ് ചെയ്യുന്നവർക്കും കിട്ടും. ഞാൻ പുതിയതായിട്ട് പറയുന്ന ഇൻഡിക്കേറ്റർ VPC ചെയ്യുന്നവർക്കും അടിപൊളി സ്കാൾപ്പിംഗ് ആണ് ഈ റേഞ്ചിൽ കിട്ടാൻ പോകുന്നത്. ചെയ്തവർക്ക് ഞാനത് ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞാൻ ട്രേഡ് എടുത്തത് പല പ്രാവശ്യം, അതായത് ഒരു 10 പ്രാവശ്യമെങ്കിലും നമുക്ക് ചാൻസ് ആണ് ഇത്ര ഏരിയയിൽ നമുക്ക് സ്കാൾപ്പിങ്ങിന്. അതാ പുതിയ ഇത് വെച്ചിട്ട് ഞാനത് കാണിച്ചു തരാം. അപ്പോൾ CPRൻ്റെ ലെവലുകൾ ഇതാണ്. നമ്മൾ ഏത് ലെവലിൽ പോയിട്ടാണോ ഫസ്റ്റ് റിവേഴ്സ് അടിക്കുന്നത് അവിടെ എൻട്രി എടുക്കുക, ഹൈയുടെ മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടുക. അപ്പോൾ ഇത് ബിറ്റ് കോയിനൊക്കെ ആയതുകൊണ്ട് ഹെവി മൂവ്മെൻ്റ് ഉള്ളതുകൊണ്ട് ഒത്തിരി ഹൈയിൽ പോയിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കഴിവതും ഒഴിവാക്കുക അത്. ഓക്കെ, അപ്പോൾ ഇത് ന്യൂസ് ബേസ്ഡ് മൂവ്മെൻറ്റ് നടക്കുന്ന, എന്നാലും നമുക്കിതുപോലെ നല്ല ചാൻസുകളാണ് ഇവിടെ തന്നിട്ടുണ്ട്. CPR വെച്ചിട്ട് ഇവിടെ നല്ല അടിപൊളി ചാൻസ് ഉണ്ട്. ഏകദേശം 900 പോയിന്റിന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ പ്രെഡിക്റ്റീവ് ചാനലിനകത്ത് CPRനെ നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ, ഏത് ലെവലിൽ നിന്ന് ഫസ്റ്റ് റിവേഴ്സ് അടിക്കുന്നത് അതുപോലെ സപ്പോർട്ട് എടുക്കുന്ന ലെവൽ. ഇപ്പോൾ ഒരു ഷെയർ ഇതിപ്പോൾ നോക്കി ഒരു നല്ലൊരു ഹൈ അടിച്ചു, ഒരു ഏകദേശം കുറച്ച് ഡൗൺ ആയിട്ടാണ് തിരിച്ചു വന്നിട്ട് ഇത് ക്ലോസ് ചെയ്ത്. അപ്പോൾ അടുത്ത ദിവസം ഇതിനകത്തൊരു ചാൻസ് എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം.
ഈ ഷെയർ ഇവിടെ കാണാൻ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഒരു മൂവ്മെന്റ് തരുവാണെങ്കിൽ ഇങ്ങനെ പോയി ഈ ഹൈ അടിച്ചാൽ ഇത് കുത്തനെ ഇറങ്ങും. പക്ഷേ ഈ തലേദിവസം അടിച്ചില്ല. ഇങ്ങനെ ഈ ഹൈ അടിച്ചിട്ട് ഇറങ്ങിയാൽ നല്ലൊരു ഇറക്കം ഇറങ്ങും. ഇതിനകത്തൊരു ചാൻസ് ഇങ്ങനത്തെ കിട്ടാൻ, അത് ഇപ്പം R1 ഇതിൻ്റെ അടുത്തായതുകൊണ്ട് വേണമെങ്കിൽ ഇതിങ്ങനെ ചിലപ്പോൾ കുറച്ച് ഇറങ്ങിയതിന് ശേഷം തിരിച്ച് ഇവിടുന്ന് ഇപ്പം അതോ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ തിരിച്ചു പോയി ഈ R1 അടിച്ചാൽ നേരെ കുത്തനെ ഇറങ്ങും. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഒരു ഹൈ അടിച്ചു, അതിനുശേഷം കുറച്ച് ഇറങ്ങി, എന്നാൽ പ്ലസ്സിലും ആയിരിക്കണം നിൽക്കുന്നത്. അപ്പോൾ അത് അടുത്ത ദിവസം ഇങ്ങനൊരു നല്ലൊരു ചാൻസാണ് ഇവിടെ കിട്ടുന്നത്. അതായത് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങാനൊരു ചാൻസ്, അല്ലെ R1 ഇറങ്ങാൻ. എന്തായാലും ഇവിടെ വന്നിട്ട് ഇറങ്ങും, ഉറപ്പുള്ള കാര്യമാണ് അത് ഇറങ്ങും എന്നുള്ള കാര്യം. നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ CPR വെച്ച് നമുക്ക് ഇങ്ങനത്തെ ഇതൊക്കെയാണ് നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റിയ ഒരു ഇതെന്ന് പറയുക, ഓരോ ഏരിയകളെന്ന് പറയുന്നത്. അതായത് ഒരു ഹൈ അടിച്ചു, അതിനുശേഷം ഒരു കുറച്ച് ഇറങ്ങിയാണ്, നല്ല രീതിയിലൊരു മൂവ്മെന്റ് വന്നതിന് ശേഷം കുറച്ച് ഇറങ്ങിയാണ് ക്ലോസ് ചെയ്യുക. പിറ്റേ ദിവസം അടുത്ത ദിവസത്തെ ഹൈയുടെ മുകളിൽ പോയി ഇതിന് മുകളിലോട്ട് പോയിട്ട് ഇടായാൽ നേരെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അഥവാ കുറച്ച് ഇറങ്ങിയിട്ട് തിരിച്ച് വീണ്ടും കയറി ഹൈ അടിച്ചാൽ അടുത്ത ലെവലിൽ പോയിട്ട് ഇറങ്ങാൻ നല്ല ചാൻസ് ഉണ്ട്, നല്ല ഹെവി മൂവ്മെന്റ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഇത് 2 ദിവസമായിട്ട് അപ് ട്രെൻഡിലാണ്. പക്ഷേങ്കിൽ ഇത് ഏത് സമയത്തും കുത്തനെ ഇടിഞ്ഞ് താഴെ വരും. അപ്പോൾ ഇപ്പം അതൊരു നല്ല രീതിയിൽ ഇവിടുന്ന് 26,000, 1,26,000 ഒക്കെ പോയാൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഒരു ഇടിവ് വരും. ഇതിനകത്തൊക്കെ എന്ന് പറയുന്നത് നിമിഷ നേരം കൊണ്ടായിരിക്കും 10,000, 3,000, 4,000 പോയിന്റ് ഇടിഞ്ഞ് താഴെ പോകുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും. അപ്പോൾ ഓരോ മൂവ്മെന്റിന്റെ അനുസരിച്ച് നമുക്ക് ഓരോ ഇൻഡിക്കേറ്റർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇതിനകത്ത് ഞാനിപ്പം പ്രൊഡിക്റ്റീവ് ചാനൽ ഇത് ഓൺ ചെയ്തിടുവാണെങ്കിൽ ഇപ്പം നോക്കണം, ഇത് കണ്ടില്ലേ, പ്രൊഡിക്റ്റീവ് ചാനൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു പ്രൊഡിക്റ്റീവ് ചാനലിൻ്റെ ഉള്ളിൽ അത് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഹെവി മൂവ്മെന്റ് വന്നിട്ട് അടുത്ത പ്രൊഡിക്റ്റീവ് ചാനൽ ഇതായിട്ട് ക്രിയേറ്റ് ആയെങ്കിൽ അതിൻ്റെ ടോപ്പ് ലെവലിൽ പെട്ടെന്ന് വന്നാൽ, അതായത് ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിരങ്ങി പോകരുത്, പെട്ടെന്നാണ് ഇതിൻ്റെ മുകളിലോട്ട് വരുന്നത്. ഞാൻ വരച്ച് കാണിക്കുക. ഇപ്പം ഇവിടെ ഒരു പ്രൊഡിക്റ്റീവ് ചാനൽ ഉണ്ടായിരുന്നു, അവിടുന്ന് ഹെവി മൂവ്മെന്റ് ഇവിടെ വന്നു. ഈ പ്രൊഡിക്റ്റീവ് ചാനൽ ഇപ്പം ഇവിടെ വന്ന് ഈ പ്രൊഡിക്റ്റീവ് ചാനൽ ഫോം ആയി. അതിനുശേഷം ഇതിൻ്റെ മൂവ്മെന്റ് ഇങ്ങനെ ആയിരിക്കരുത്, ഇങ്ങനെ വന്ന് മൂവ്മെന്റ് വരരുത്, കുത്തനെ മൂവ്മെന്റ് ആയിരിക്കണം. കുത്തനെ മേപ്പോട്ടാണ് കയറിയത്. അപ്പോൾ ഈ കുത്തനെ ഒരു മൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഹയർ ലെവലിലോ അതിൻ്റെ മുകളിലോ കയറിയാൽ പെട്ടെന്ന് ഇറങ്ങി വരും. അപ്പോൾ പ്രിഡിക്റ്റീവ് ചാനൽ വെച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യമാണ്. ഇവിടെ നോക്കിയാൽ അറിയാം, ഹയർ ലെവലിന് അടുത്ത് വരെ വന്നു, കുത്തനെ ഇറങ്ങി. അതായത് 124, 376 റേഞ്ച് എന്നത് 123, ഏകദേശം 1000 പോയിന്റ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഈ ഒരു മൂവ്മെന്റ് പെട്ടെന്ന് ഇവിടെ ഒരു താഴോട്ടൊരു പ്രൊഡിക്റ്റീവ് ചാനൽ ഫോം ആയി. അപ്പോൾ ഈ താഴോട്ട് ഈ കുത്തനെ ഇറങ്ങുവാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നിന്ന് തിരിച്ച് കയറാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ പക്ഷേ ഇത് ആ റേഞ്ച് വന്നില്ല, ഇവിടുന്ന് തന്നെ കയറാൻ. അപ്പോൾ ഈ പ്രൊഡിക്റ്റീവ് ചാനൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ലൈൻ്റെ മുകളിലുള്ള 2 ലൈൻ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ലെവലും ഇത് ആവറേജും, ഇതിന് താഴെ രണ്ടുമുള്ളത് സപ്പോർട്ട് ലെവലും. അപ്പോൾ ഇതിൻ്റെ താഴെ വന്നിട്ട് തിരിച്ച് കയറി അടുത്തൊരു പ്രൊഡിക്റ്റീവ് ചാനലുണ്ടായി. ഇവിടെ നോക്കിക്കേ, ഇവിടെ കുത്തനെയല്ല കയറി, ഇവിടെ വന്ന് ഇങ്ങനെ നിരങ്ങിയിട്ടാണ് ഇത് പോയിട്ട് ബ്രേക്ക് ആവുന്നത്. ബ്രേക്കായി വീണ്ടും അടുത്ത ഹെവി മൂവ്മെന്റ് കുത്തനെ മുകളിലോട്ട് കയറിയപ്പോൾ പെട്ടെന്ന് അടുത്ത ഒരു അടുത്ത പ്രൊഡിക്റ്റീവ് ചാനൽ ഇവിടെ ഫോമായി. അതിൻ്റെ ടോപ്പിൽ പോയിട്ട് ഇറങ്ങി. അതിൻ്റെ ടോപ്പിൽ പോയി ഇവിടെ നോക്കിയാൽ ടോപ്പിൽ പെട്ടെന്നൊരു മൂവ്മെന്റ് വന്ന് ടോപ്പിൽ പോയി 125, 691 വന്നിട്ട് 124, 850 റേഞ്ചിൽ, അതായത് 700 പോയിന്റ് 750 പോയിന്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രൊഡിക്റ്റീവ് ചാനൽ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയാണ് നോക്കുന്നത്. അതായത് ഒരു പ്രൊഡിക്റ്റീവ് ചാനലിൻ്റെ ഉള്ളിൽ നിന്ന് അതിനെ അടുത്തൊക്കെ നിന്ന് ട്രേഡ് എടുത്തിട്ട് ഹെവി മൂവ്മെന്റ് വന്ന് മുകളിലോട്ട് പോയാൽ കുത്തനെ പോയി അടുത്ത ഫോം ആകുന്ന പ്രൊഡിക്റ്റീവ് ചാനലിലെ ഹൈ ലെവലിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു സെല്ലിംഗ് പ്രതീക്ഷിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട മെയിൻ കാരണം, അടുത്ത പ്രൊഡിക്റ്റീവ് ചാനലിൻ്റെ ഉള്ളിൽ കിടന്ന് ചെറുതായിട്ട് ട്രേഡായി കഴിഞ്ഞിട്ടാണ് ഹൈ അടിക്കുന്നെങ്കിൽ എൻട്രി എടുക്കരുത്. ഇവിടെ അതിൻ്റെ എക്സാമ്പിളാണ്. ഇവിടെ കണ്ടത് ഇതിനകത്ത് കയറി അതിനുശേഷം പിന്നെ നിരങ്ങിയിട്ട് പിന്നാണ് ഒരു ഹെവി മൂവ്മെന്റ് വരുന്നത്. ഹെവി മൂവ്മെന്റ് വന്നപ്പം അടുത്ത ലെവൽ വന്നു. അടുത്ത ലെവല് ഹെവി ആയിട്ട് അപ് ട്രെൻഡിൽ പോയതുകൊണ്ട് അതിൻ്റെ മുകളിൽ കയറിയതുകൊണ്ട് ഇവിടെ നമുക്ക് എൻട്രി എടുത്താൽ നമുക്ക് ഇവിടെ ഒരു 800-700 പോയിന്റ് നമുക്ക് കിട്ടും. പ്രൊഡിക്റ്റീവ് ചാനൽ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പോൾ പ്രൊഡിക്റ്റീവ് ചാനലിൻ്റെ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
CPR-നകത്ത് നമുക്ക് ചാൻസ് ഉള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഈ പ്രൊഡിക്റ്റീവ് ചാനൽ ഓഫ് ചെയ്യുകയാണ്. അതുപോലെ CPR ഓഫ് ചെയ്തിട്ട് ക്യാമറ എന്ന് പറയുന്ന സാധനം, ഈ ക്യാമറ എന്ന് പറയുന്ന ഇതിന് നമ്മളിവിടെ പിവോട്ട് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. നമ്മളിവിടെ ഞാൻ കാണിച്ച പിവോട്ട് പോയിന്റ് സ്റ്റാൻഡേർഡ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പിവോട്ട് ക്യാമറയുടെ നമുക്ക് എങ്ങനെ സെലക്ട് ആകാതെ നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്തു, ഇവിടെ പിവോട്ട് എന്നുള്ള ഇത് വന്നു. ഇവിടെ ഞാനൊരു സെറ്റ് ചെയ്തേക്കുന്നുണ്ട്. അത് വരും. ഇപ്പം നമ്മൾ അതിനകത്തൊരു സെറ്റിങ്സിൽ പോവുക. ഇത് നോർമലി ട്രഡീഷണൽ എന്ന് പറഞ്ഞായിരിക്കണം. നമ്മൾ ഈ ടൈപ്പിൽ പോയിട്ട് ഇൻപുട്ടിനകത്ത് ഈ ടൈപ്പിൽ പോയി ക്യാമറ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് പിവോട്ട് പോയിന്റ് S1 R1 ഒന്നും വേണ്ട, S2 R2 വേണ്ട, S3 R3 മാത്രം മതി. S4 R4 വേണമെങ്കിലും ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇത് രണ്ടുമാണ് മെയിനായിട്ടുള്ള S3യും R3യും ആണ്. സപ്പോർട്ട് S3യും റെസിസ്റ്റൻസ് R3യും. അപ്പം ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ചെറിയ ലൈൻ ഇവിടെ നമുക്ക് കാണാം. ഇപ്പൊ ഇന്നത്തെ ബിറ്റ് കോയിന്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇവിടെ ഇത് കണ്ടില്ലേ, പിവോട്ട് പോയിന്റ് S3 R3 ഒക്കെയാണിത്. അപ്പോൾ നോർമൽ ഈ ക്യാമറ ഇതിനകത്ത് R4-ന് മുകളിൽ പോയാൽ നല്ല ബുള്ളിഷാണ്. R4-ന് മുകളിൽ പോയി സ്റ്റേബിളായ ഹെവി ബുള്ളിഷാണ്. അതുപോലെ S4-ന് താഴെ പോയാൽ നല്ല രീതിയിൽ താഴെ ഇറങ്ങാനും ചാൻസ് കൂടുതലാണ്. ഓക്കെ, അത് ഇപ്പം ആദ്യത്തെ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. അതിനുശേഷം ഈ R3 S3 എന്ന് പറയുന്നത്, അതായത് ഇപ്പം ഇപ്പൊ ഇത് കണ്ടില്ല, പിവോട്ട് പോയിന്റ് അടുത്ത് ഓപ്പണായി. ഇത് നോർമലി R3യുടെ അവിടെയൊക്കെ വന്നിട്ട് വലിയ ഇത് ഒറ്റയ്ക്കാൻഡിൽ ഹെവി മൂവ്മെന്റ് വന്ന് പോയതാണ്. പക്ഷേങ്കിൽ ഇവിടെ ഇങ്ങനെ നോർമൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് തിരിഞ്ഞിറങ്ങാനൊരു ചാൻസ് ഉണ്ട്. അതുപോലെ S3 വന്നാലും ഇപ്പം ഹൈ ഓപ്പണിങ് ഇതിപ്പോൾ ഇവിടെ ഈ റേഞ്ചിൽ നിൽക്കാന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇപ്പം ഈ ലെവലിലെങ്ങാണ് ഓപ്പണിങ് ചെയ്തിട്ട് ഇതിങ്ങനെ ട്രേഡായിട്ട് നേരെ ഇങ്ങനെ ഇറങ്ങി വന്നാൽ ഈ S3 താഴോട്ട് വന്നിട്ട് തിരിച്ച് തണ്ട് ഇങ്ങനെ കയറാനൊരു ചാൻസ് കൂടുതലാണ്. അതുപോലെ ഇപ്പം ഈ റേഞ്ചിലെ ഓപ്പണിങ് വന്നെന്ന് വെച്ചോ, ഇപ്പൊ പിവോട്ട് പോയിന്റ് അടുത്ത് ഇവിടെ ഈ റേഞ്ചിൽ ഒരു ഓപ്പണിങ് വന്നാൽ ഇങ്ങനെ കയറി വന്നാൽ ഈ R3യുടെ അവിടെ നിന്ന് ഒരു റിജക്ഷൻ നല്ല ചാൻസ് ആണ്. അപ്പോൾ R3യുടെ അവിടെ നിന്ന് ഒരു റിജക്ഷൻ വരാൻ നല്ല ചാൻസ് ആണ്. അപ്പം എപ്പോഴും നമ്മൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. R3-യിൽ നിന്ന് റിജക്ഷൻ വരാൻ ചാൻസ് ഉള്ളത് എപ്പോഴാണ്? താഴെ ഓപ്പൺ ആയതിനു ശേഷം കയറി വന്ന് R3 ടച്ച് ചെയ്താൽ അവിടെ നിന്നൊരു റിജക്ഷന് നല്ല ചാൻസ് ആണ്. അതുപോലെ ഹൈ ഓപ്പണിങ് വന്നിട്ട് ഇപ്പോൾ ഈ R3-യിൽ ഓപ്പൺ ആയെന്ന് വെച്ചാൽ R3-യിൽ ഓപ്പൺ ആയിട്ട് S3-യെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു റിജക്ഷൻ വന്നിട്ട് മുകളിലോട്ട് കയറാൻ ചാൻസ് ഉണ്ട്. ഈ 2 പോയിന്റ് ഇവിടെ ശ്രദ്ധിക്കുക. അതുപോലെ R4-നും S4-നും മുകളിലും താഴെയായിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഹെവി മൂവ്മെന്റ് വരും. ഇപ്പോൾ ഇന്നത്തെ ദിവസത്തെ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഹെവി മൂവ്മെന്റ് ആണ് അതിനകത്ത് കാണിക്കുന്നത്. ഓക്കെ, ഇനിയും ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ക്യാമറയും CPR-ഉം കൂടെ നമ്മൾ ഇത് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു കൺഫേം ട്രെൻഡ് കിട്ടും. അത് വല്ലപ്പോഴുമേ കിട്ടത്തുള്ളൂ. കിട്ടുന്നത് ഇതിപ്പം ഇതാണ് CPR ലെവൽ. CPR-ന്റെ അപ്പർ CPR, അതായത് TP എന്ന് പറയും, ടോപ്പ് CPR. ഇത് പിവോട്ട് പോയിന്റ്, ഇത് ബോട്ടം CPR. ഇതിനുള്ളിൽ S3-യോ ഇതിനുള്ളിൽ ഇപ്പം നമ്മളിപ്പോൾ തന്നെ ഒരു മിനിറ്റ്, ഇതിനുള്ളിൽ ക്യാമറയുടെ ഇപ്പം S3 വന്നെന്ന് വെച്ചോ, ഇവിടെ ക്യാമറയുടെ S3 ഇതിനുള്ളിലാന്ന് വെച്ചോ. ഇതിങ്ങനെ ഇപ്പം ഈ ഹൈ ലെവല് ഈ മൂവ്മെന്റോ അല്ല ഇത്രയും മൂവ്മെന്റോ ഇവിടുന്ന് ഈ റേഞ്ച് എവിടുന്നെങ്കിലും ഒരു മൂവ്മെന്റ് വന്നിട്ട് നേരെ കുത്തനെ ഇവിടോട്ട് ഇറങ്ങിയാൽ ഇവിടുന്നൊരു ഹെവി ബൗൺസ് ആയിരിക്കും വരുന്നത്. ഇതൊരു 100% ചാൻസ് ഉള്ള ഒരു എൻട്രിയാണ് ഇവിടെ. അതായത് CPR-ന്റെ ലെവൽ ഇത്. CPR-ന്റെ ഉള്ളിൽ S3 വന്നു കഴിഞ്ഞാൽ
അതിനുശേഷം ഈ ഷെയർ ആണെങ്കിലും ഏത് കറൻസികളാണെങ്കിലും ഹൈ ഓപ്പണിംഗ് വന്നാൽ അത് തിരിച്ച് താഴോട്ടിറങ്ങുന്ന സമയത്ത് ഈ CPR-നുള്ളിൽ വന്ന ക്യാമറ S3 അവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ച് ഹെവി ബൗൺസ് വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ഇപ്പോൾ CPR-നുള്ളിൽ നമ്മളിങ്ങനൊരു ഇത് CPR-ൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും വന്നാൽ മതി. ഇപ്പം ഈ ഒരു ലൈന് ഇവിടെ വന്നിട്ട് ഇതൊരു R3 ആണെന്ന് വെച്ചോ. ക്യാമറയിൽ R3 CPR-ൻ്റെ ഉള്ളിലാണ്. അപ്പം ഇവിടെ നമുക്കൊരു ചാൻസ് ഉള്ളത് ഇപ്പോൾ R3 ഇതിനുള്ളിൽ നിൽക്കുവാണ്. അപ്പോൾ ഈ ഷെയർ ആണെങ്കിലും കറൻസികളാണെങ്കിലും ഇപ്പോൾ ഡൗൺ ഓപ്പണിംഗ് വന്നെന്ന് വെച്ചോ, ഇവിടെ ഡൗൺ ഓപ്പണിംഗ് വന്ന് ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഈ CPR-നുള്ളിൽ R3 വന്നു കഴിഞ്ഞാൽ നേരെ കുത്തനെ റിവേഴ്സ് അടിക്കും. ഈ രണ്ട് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് നല്ല ഒരു എന്തായാലും പറയുന്നത് ഏകദേശം ഒരു 100% കൺഫേം ട്രെൻഡാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് ഓപ്പണിംഗ് എവിടെയാണെന്ന് ശ്രദ്ധിക്കണം. R3 S3 ഇതിൻ്റെ ഉള്ളിലാണെന്ന് ശ്രദ്ധിക്കണം. R3 ഉള്ളിലാണെങ്കിൽ ഡൗൺ ട്രെൻഡിൽ നിന്ന് കയറി വന്ന് ഇവിടെ വരുമ്പോൾ റിവേഴ്സ് അടിക്കും, നല്ലൊരു റിവേഴ്സ് കിട്ടും. അതുപോലെ S3 ഇതിനുള്ളിലാണെങ്കിൽ ഹൈ ലെവലിൽ നിന്ന് ഓപ്പൺ ആയി കഴിഞ്ഞ് S3 വന്ന് CPR-നുള്ളിലുള്ള S3 വന്നു കഴിഞ്ഞാൽ അത് ഹെവി ബൗൺസ് മുകളിലോട്ട് പോകാനൊരു ചാൻസാണ്. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ റിജക്ഷൻ, ക്യാമറയുടെ റിജക്ഷൻ ഏരിയയാണ് R3-യും S3-യും. അതുപോലെ ക്യാമറ വെച്ച് നോക്കുമ്പം നമുക്ക് ഹെവി ബുള്ളിഷ് ട്രെൻഡ് കാണാൻ പറ്റുന്ന R4-ന് മുകളിൽ പോയാൽ ഹെവി ബുള്ളിഷ് ട്രെൻഡ് കാണാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ S4-ന് താഴെ പോയാൽ ഹെവി ഡൗൺ ട്രെൻഡിനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇതൊക്കെയാണ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഞാൻ ഓരോന്നിൻ്റെ മൂവ്മെൻറ്റിൻ്റെ അനുസരിച്ച് ഇതിൽ ഓരോന്നും എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് CPR ശ്രദ്ധിക്കും, അതിനുശേഷം പ്രൊഡക്റ്റീവ് ചാനൽ നോക്കും, അതിനുശേഷം ക്യാമറയിലയക്കാത്ത ചാൻസ് നോക്കും. ഏതൊക്കെ ചാൻസ് നമുക്ക് കിട്ടുന്നുണ്ടോ അതിനകത്തെല്ലാം നമുക്ക് ഇത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചാൻസ് എടുക്കാൻ പറ്റും. ഇനി നമ്മൾ ക്യാമറയെല്ലാം ഓഫ് ചെയ്തു. ഞാനിതെല്ലാം ഒരുമിച്ച് യൂസ് ചെയ്തിട്ട് ഇതെല്ലാം കണ്ട് പെട്ടെന്നെല്ലാം കൂടെ മനസ്സിലാക്കി. നമുക്കൊരു പ്രാക്ടീസ് വേണം, എന്നാലും ഇതെല്ലാം കൂടെ മനസ്സിലാക്കല്ലോ. പിന്നെ ഇതെല്ലാം നമ്മൾ ചാർട്ട് നോക്കുമ്പം ഒത്തിരി വരകളൊക്കെ കാണും, നമ്മളുടെ ഇതായിപ്പോവും, നമ്മൾ കൺഫ്യൂഷനായിപ്പോവും. പക്ഷേ എനിക്ക് കണ്ടിന്യൂസ് പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. പക്ഷേ അത് പ്രാക്ടീസ് ചെയ്താൽ എല്ലാം കൂടെ ഒരുമിച്ച് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കത് അടിപൊളിയാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഇപ്പം ഇനിയും ബാക്കി CPR അവിടെ കിടക്കട്ടെ. പ്രൊഡക്റ്റീവ് ചാനൽ ഓഫ് ചെയ്തു ഞാൻ. CPR-ഉം ഇനി VPC എന്ന് പറയുന്നത്, പ്രൊഡക്റ്റീവ് ചാനൽ വേണ്ട, ഇപ്പോൾ വേണ്ട, ഈ VPC എന്ന് പറയുന്നത് ഇത് ഓൺ ചെയ്തു. എന്നിട്ട് ഇതിനകത്ത് നല്ല ഹെവി ചാൻസാണ്, സ്കാൾപ്പിംഗ് ചാൻസാണ് കിട്ടുന്നത് ഇതിനകത്ത്. ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് നോക്കിയാലറിയാം ഈ ഒരു ലൈൻ ഫോം ചെയ്യുന്നത് അത് റെസിസ്റ്റൻസ് ലൈനായിട്ട് ഫോം ചെയ്യും. അതുപോലെ ഈ താഴെ നിന്നുള്ളതാണെങ്കിൽ ഒരു സപ്പോർട്ട് ലൈനായിട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിച്ചാലറിയാം. ഈ ഒരു ഹെവി മൂവ്മെൻറ്റിന് ശേഷം ഒരു പുതിയ ഹൈ അടിച്ചു, അതിനുശേഷം അതിൻ്റെ അടുത്ത ക്യാൻഡിൽ വന്നിട്ട് ആ ഹൈ അടിച്ചില്ലെങ്കിൽ അവിടെ അത് ഫോം ആവും. ഇവിടെ രാവിലെ ഇവിടുത്തെ ഒരു ഇത് നോക്കി ഇവിടെ ഒരു ഹൈ അടിച്ചു. നമുക്ക് വേണമെങ്കിൽ ഇവിടെ CPR-ൻ്റെ ഒരു സപ്പോർട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രൊഡക്റ്റീവ് ചാനലിൽ ഓൺ ചെയ്യണേ, പ്രൊഡക്റ്റീവ് ചാനലിലെ സപ്പോർട്ടാണ്. അപ്പോൾ ഇത് പക്ക കൺഫേം ട്രെൻഡാണ് ഇവിടെ. ഞാനിപ്പോൾ VPC മനസ്സിലാക്കാൻ വേണ്ടി ബാക്കിയെല്ലാം ഓഫ് ചെയ്തിട്ടേക്കുന്നില്ല, CPR. അപ്പോൾ നമ്മൾ ഈ ഹൈ അടിച്ചു, അടുത്ത ഒരു ഇതിപ്പോൾ ഒത്തിരി താഴെയാണ് ഈ ക്യാൻഡിൽ. അപ്പോൾ നമ്മളിവിടെ കഴിവതും ഈ താഴെ പോയി എൻട്രി എടുക്കരുത്. ഈ ഒരു ക്യാൻഡിൽ അടിച്ച് അടുത്തൊരു ക്യാൻഡിൽ ഇതിനടുത്ത് തന്നെയാണ് ഫോം ചെയ്തത്, ഇതിൻ്റെ ഹൈയും അടിച്ചില്ലെങ്കിൽ നമുക്കവിടെ സെല്ലിങ് എൻട്രി എടുക്കാം. ഇപ്പം ഇവിടെ ഈ റേഞ്ചിൽ എങ്ങനെ ഇവിടെ നോക്കി ഇവിടെ ഒരു എൻട്രി എടുത്താൽ ഇവിടെ നേരെ നമുക്ക് എത്ര 124, 123, 300 വരെ വരുന്നുണ്ട്. നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അതിനുശേഷം
ഇത് വീണ്ടും പോയി ഹൈ അടിക്കും, തിരിച്ചിറങ്ങി ഇവിടെ വീണ്ടും ഇതിൻ്റെ ഹൈ അടിച്ചിൻ്റെ മുകളിൽ നിൽക്കാതിരുന്നാൽ മതി. അതുവരെ നമുക്ക് സ്കാൾപ്പ് ചെയ്യാം, പല പ്രാവശ്യം സ്കാൾപ്പ് ചെയ്യാം. സ്കാൾപ്പിംഗ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കണം. അടിച്ചിട്ട് വെച്ചോണ്ടിരിക്കാൻ വേണ്ടിയല്ല. നമുക്ക് പെട്ടെന്ന് പ്രോഫിറ്റ് ഇടുമ്പോൾ പെട്ടെന്ന് ബുക്ക് ചെയ്ത് മാറും. അതിനുശേഷം ഇത് ബ്രേക്കായി മുകളിൽ കയറിപ്പോയി കഴിഞ്ഞാൽ അന്നേരം നമ്മൾ പിന്നെ അടുത്ത ചാൻസിന് ഇവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വീണ്ടും പുതിയൊരു ഹൈ അടിച്ചു. അതിനുശേഷം അടുത്ത ക്യാൻഡില് ഇത് ചെയ്തിട്ടില്ല, എന്താണ് പറയുന്നത്, ഈ ഹൈ അടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ മൂന്നാമത്തെ ക്യാൻഡിലിൽ നമുക്ക് ഏതെങ്കിലും ഒരു റേഞ്ചിൽ നമുക്ക് സെല്ലിങ് എൻട്രി എടുത്തിട്ട് ഇതിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് വരത്താം. സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കരുത്. ഇതിന് മുകളിൽ ചിലപ്പോൾ ജസ്റ്റ് പോയി ടച്ചായിട്ട് വീണ്ടും തിരിച്ചിറങ്ങി വരും. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇടരുത്. അതിന് മുകളിൽ സ്റ്റേബിളായിട്ട് നിന്നെങ്കിൽ മാത്രം. ഇവിടെ നമ്മളൊരു എൻട്രി എടുത്താൽ നമുക്ക് ഈ ഓരോ ക്യാൻഡിലേൽ സ്കാൾപ്പിംഗ് ചാൻസ് ആണ്. നമ്മളിപ്പം ഇവിടെ ഒരു എൻട്രി എടുത്തു, 125 400 എടുത്തു, നമ്മളത് 124 അല്ലെങ്കിൽ 125 അത് കവർ ചെയ്തെന്ന് വെച്ചാൽ വീണ്ടും തിരിച്ച് മുകളിൽ കയറി പോകുന്നു, വീണ്ടും തിരിച്ചിറങ്ങുന്നു, വീണ്ടും പോയെന്നു. പക്ഷെങ്കിൽ ഈ ലൈന് മുകളിലോട്ട് കയറി പോകുന്നില്ല. ഇതുവരെയും ഇതിൽ ഇങ്ങനെ റണ്ണിങ് ആണ്. ഇതിനകത്ത് പല പ്രാവശ്യം നമുക്ക് സ്കാൾപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഇപ്പം ബൈ ചാൻസ് ആണെങ്കിലും നമുക്ക് അതുപോലെ ഇപ്പോൾ ഇതുണ്ടല്ലേ ഗ്രീൻ കളർ, ഇവിടെ നോക്കിയാൽ മതി. ഇപ്പോൾ ഒരു ഡൗൺ ട്രെൻഡ് വന്നു, ഇവിടെ ഒരു ലോ അടിച്ചു. അതിനുശേഷം അടുത്ത ക്യാൻഡിലേൽ എന്തോ ചെയ്തിട്ടില്ല, ഇതിൻ്റെ ലോ അടിച്ചിട്ടില്ല. അപ്പം ഇവിടെ നമുക്ക് ചാൻസ് ആണ്. ഇവിടെ നമ്മൾ എൻട്രി ഇടുന്നത് ചെറിയ സ്റ്റോപ്പ് ലോസേ ഉള്ളൂ. സ്റ്റോപ്പ് ലോസ് ഇതിനകത്തൊന്നും ഇട്ട് വെക്കരുത്. ഇതിന് ഈ ലൈന് താഴെ എപ്പോൾ ക്ലോസ് ആകുന്നു അപ്പം കൊണ്ടുപോയി നമ്മൾ കട്ട് ചെയ്ത് കളയുക, ക്യാൻഡിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ. ഇവിടുന്ന് ഇതുവരെയും റണ്ണിങ് ആണ് ഈ സാധനം, നല്ല രീതിയിൽ റണ്ണിങ് ആണ്. അതിനിടയ്ക്ക് ഇതിനകത്ത് സെല്ലിങ് ചാൻസും തരുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ ഇവിടെ നമ്മൾ സെല്ലിങ് ചാൻസ് എടുക്കരുത് എന്ന് പറഞ്ഞാൽ ഇതൊരു ഹെവി ക്യാൻഡിൽ വന്നതിന് ശേഷം അതിൻ്റെ ലോയിലാണ് വന്നിട്ട് ഇതിൻ്റെ ഈ റേഞ്ചിൽ എവിടെയെങ്കിലും അടുത്ത ക്യാൻഡിൽ ഫോം ആവുക, അതിൻ്റെ ഹൈ അടിച്ചിട്ടില്ല, നമുക്ക് അവിടെ എൻട്രി എടുക്കാം. ഇവിടെ എടുക്കാതെ തിരിച്ച് ഇവിടെ വന്ന് വീണ്ടും റിജക്ഷൻ ആവുമ്പോൾ നമുക്ക് ഇവിടെ എടുക്കാം. പക്ഷെങ്കിൽ ഈ ബുള്ളിഷ് ട്രെൻഡ് കണ്ടിന്യൂസ് നിൽക്കുകയാണ് അവിടെ ഇവിടുന്ന്. പക്ഷെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ നമുക്ക് സ്കാൾപ്പിംഗ് സെല്ലിങ് ചാൻസ് ഉണ്ട്, ഇവിടെ ചാൻസ് ഉണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഇവിടുന്ന് സെക്കൻഡ് ക്യാൻഡിൽ ഹൈ അടിച്ചില്ല, പക്ഷെ അത് ക്ലോസ് ആയിരിക്കുന്നു ഒത്തിരി താഴെ. അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി എടുക്കരുത്. ഇതിനടുത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ ഓക്കെ. അപ്പോൾ ഇവിടുന്ന് ഇത് ബ്രേക്കായി മുകളിൽ കയറി ഇവിടെ വന്നിട്ട് ഇവിടെ നോക്കുമ്പോൾ ഈ ക്യാൻഡിലിൻ്റെ താഴെ ഇതും വന്നിട്ട് കുറച്ച് താഴെയായിട്ടാണ്. പക്ഷേ ഇതിൻ്റെ ഏകദേശം അടുത്തായിട്ട് വരുമ്പോൾ നമുക്ക് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടും. പക്ഷേ ഇത് കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യാമെങ്കിൽ നല്ല സൂപ്പറായിട്ട് ഇത് വർക്കാവും. നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് മതി. ഇപ്പം ഇവിടെ തന്നെയാണ് ഒരു ഹെവി മൂവ്മെൻറ്റ് വന്നു, അതിനുശേഷം ഇങ്ങനെ ഒരു ഫോമായി നമ്മൾ ഇവിടെ എൻട്രി എടുത്തില്ലെന്ന് വെച്ചോ, നമുക്ക് തിരിച്ച് ഈ ലെവലിലോട്ട് വരുമ്പോൾ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു എൻട്രി എടുത്താൽ നമ്മുടെ മനസ്സിൽ സ്റ്റോപ്പ് ലോസ് ഇതായിരിക്കണം. ഇവിടെ നമ്മൾ 462 $1 പോലും ഇതില്ല. അപ്പം നമുക്ക് ഈസിയായിട്ട് ഈ ഒരു മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റും, നല്ല ഹെവി മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ ആണെങ്കിലും അതുപോലെ തന്നെ ഇവിടെ ചെറിയ മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട്, ബൈ ചാൻസ് കിട്ടുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ ഇതിൻ്റെ എന്താണ് പറയുന്നത്, ഇപ്പം നമ്മൾ ഈ ക്യാൻഡലിൻ്റെ താഴോട്ട് ഇത് ട്രേഡ് ആയിട്ടില്ല എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലോട്ട് ട്രേഡ്. പക്ഷേ അപ്പോൾ ഇവിടെ ഒരു ഇത് പോകുന്നുള്ളൂ. ഇത്രയും മുകളിലായിട്ട് നമ്മൾ എൻട്രി എടുക്കരുത്. ഇവിടെ ഒരു എൻട്രി എടുത്താൽ നമ്മൾ ഇതിൻ്റെ താഴോട്ട് കൊണ്ട് സ്റ്റോപ്പ് ലോസ്, ഇത് സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകും, നമുക്കൊരു മൂവ്മെൻറ്റ് തരാതെ തന്നെ അടിച്ചു. അപ്പോൾ ചെറിയൊരു പോയിന്റേ പോകത്തുള്ളൂ. പക്ഷേ ഇവിടെ നമുക്കിപ്പം ഇത് അടുത്ത ഇത് വന്ന് ഇവിടെ എൻട്രി എടുത്തു, നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. അതിന് ശേഷമാണ് ഇത് അടിക്കുന്നത്. അപ്പം നമുക്ക് അതിനകത്ത് പേടിയിൽ നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയതിന് ശേഷമാണ് അടിക്കുന്നത്. അതിനുശേഷം പിന്നെ അടുത്ത ചാൻസ് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഈ റേഞ്ചിൽ നിന്ന് എവിടെയെങ്കിലും എടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് 300-400 പോയിന്റ് കിട്ടുന്നുണ്ട്, നല്ല ചാൻസ് കിട്ടുന്നുണ്ട്. അപ്പം ഇത് നോക്കി ഒന്ന് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് ഞാൻ ഈ പറഞ്ഞ ഈ 3-4 ഇൻഡിക്കേറ്റർ കൊണ്ട് തന്നെ നമുക്ക് ഈ 3-4 ഇൻഡിക്കേറ്റർ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ചാൻസേ ഇല്ല, ലോസ് വരാൻ ചാൻസേ ഇല്ല. നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുത്ത് എല്ലാ സ്റ്റോക്കിനും എല്ലാ എൻട്രിയിലും പ്രോഫിറ്റ് കിട്ടുമെന്നല്ല പറയുന്നത്. എല്ലാ എൻട്രിയിലും മിനിമം സ്റ്റോപ്പ് ലോസ് മനസ്സിൽ വെച്ചിട്ട് എൻട്രി എടുക്കുകയാണെങ്കിൽ ചിലതിനകത്ത് സ്റ്റോപ്പ് ലോസ് പോകും. പക്ഷേ എങ്കിൽ നമുക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു പ്രോഫിറ്റിലായിരിക്കും എല്ലാം പോകുന്നത്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നമ്മൾ ഈ ചില ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ എൻട്രിയിലും പ്രോഫിറ്റ് വേണം, യാതൊരു അവർ വിട്ടുവീഴ്ചയില്ല. പ്രോഫിറ്റ് വരുവാണെങ്കിൽ അവർ ബുക്ക് ചെയ്യും, അതല്ലെങ്കിൽ താഴെ പോകണമെങ്കിൽ വെച്ചുകൊണ്ടിരിക്കും. പിന്നെ അത് ഹെവി ലോസിൽ പോയിട്ട് കഴിയുമ്പോൾ പിന്നെ പേടിക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമുക്ക് ചിലതിനകത്ത് ലോസ് ബുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊരു മിനിമം ഇതുപോലുള്ള ഇൻഡിക്കേറ്ററൊക്കെ വെച്ചിട്ട് നമുക്ക് മാക്സിമം റിസ്ക് ഇല്ലാത്ത ഇടങ്ങളിൽ എൻട്രി എടുത്തെടുത്ത് സ്കാൾപ്പ് ചെയ്തിട്ട് നമുക്ക് പോകാം.
ഈസി ആയിട്ട് അവിടെ നമുക്ക് നല്ല പ്രോഫിറ്റ്, കുറേ പ്രോഫിറ്റ്, ഇപ്പോൾ ഒരു $10-15 പ്രോഫിറ്റ് കിട്ടി, അതിനകത്ത് ഒരു $100 ലോസ് ആയെങ്കിൽ നമുക്ക് കുഴപ്പമില്ലല്ലോ. നമുക്കത് ബുക്ക് ചെയ്യുക, അടുത്ത ചാൻസ് കിട്ടുമ്പോൾ എൻട്രി ചെയ്യുക, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് എല്ലാത്തിനകത്തും പ്രോഫിറ്റ് എടുക്കണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരെണ്ണത്തിൽ പെട്ടുപോയാൽ മതി, എല്ലാം കൂടെ കിട്ടിയതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് പോകും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഉടനെ നമുക്ക് എൻട്രി വേണമെന്ന് അങ്ങ് നിർബന്ധം പിടിക്കരുത്. നമുക്ക് ചാൻസ് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നമുക്ക് എപ്പോൾ ചാൻസ് കിട്ടുന്നു ആ രീതിയിൽ, ഏത് രീതിയിലാണ് ചാൻസ് കിട്ടുന്നത് ആ രീതിയിൽ എടുത്തിട്ട് എൻട്രി എടുക്കുക. ഇപ്പം ബിറ്റ് കോയിൻ ആണെങ്കിൽ ഇപ്പോഴും ബിറ്റ് കോയിൻ്റെ കൂടുതലും ഇതിപ്പോൾ 5 മിനിറ്റ്സ് ആണ്, നമുക്ക് 10 മിനിറ്റ്സ് ആണെന്ന് തോന്നുന്നു ഇച്ചിരി നല്ലത്. അപ്പോൾ 10 മിനിറ്റ് ഇട്ട് യൂസ് ചെയ്യുന്ന ഇച്ചിരി നല്ലത്. അപ്പോൾ 10 മിനിറ്റ് ഇട്ട് ഇതുവരെയും ഇതിൻ്റെ മുകളിൽ പോകാത്തിടത്തോളം കാലം ഈ റേഞ്ച് നമുക്ക് സെല്ലിംഗ് ആണ്. എപ്പോൾ ഇതിൻ്റെ മുകളിൽ പോയി ക്ലോസ് ആകുന്ന ആ സമയത്ത് പിന്നെ ഒന്ന് എക്സിറ്റ് അടിക്കുക, അല്ലെങ്കിൽ പുതിയ എൻട്രിക്ക് വേണ്ടി അടുത്ത ചാൻസ് കിട്ടുമ്പോൾ വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഇത്ര നേരം ഏകദേശം 1 മണിക്കൂറായിട്ട് ഇത് നമ്മുടെ ഈ VPC വെച്ചിട്ടുള്ള സെല്ലിംഗ് ട്രെൻഡിലാണ്. നമുക്കിപ്പോൾ ഇവിടെ എൻട്രി എടുക്കും, താഴെ ഇത് ചെയ്യും, തിരിച്ച് വീണ്ടും കയറുമ്പോൾ വീണ്ടും എൻട്രി സെല്ല് ചെയ്യുക, വീണ്ടും തിരിച്ച് താഴെ എടുക്കുക, വീണ്ടും കുറച്ച് കയറുമ്പോൾ എൻട്രി എടുക്കുക, അങ്ങനെ പല പ്രാവശ്യം എൻട്രി എടുക്കാൻ പറ്റും. ഓക്കെ, റിസ്ക് റിവാർഡ് എപ്പോഴും കീപ്പ് ചെയ്യണം. ചുമ്മാതെ നമ്മൾ ക്വാണ്ടിറ്റി എൻട്രി ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കപ്പാസിറ്റിക്കുള്ളിൽ നിന്നൊരു ക്വാണ്ടിറ്റി എടുക്കുക. പെട്ടെന്ന് കാശ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ഉറപ്പായിട്ടും പൈസ പോകും, യാതൊരു സംശയമില്ല. നമുക്ക് ചിലതിനകത്തൊക്കെ ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് തോന്നിയിട്ട് നമ്മൾ എൻട്രി അടിക്കും, അത് ഓപ്പോസിറ്റ് ആയിപ്പോൾ നമ്മളിപ്പം നോർമൽ നമ്മൾ 5 ലോട്ട് 10 ലോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് 50 ലോട്ടൊക്കെ എൻട്രി ചെയ്യുമ്പോൾ, 50 ലോട്ടെന്ന് പറയുമ്പോൾ നിമിഷ നേരം കൊണ്ടായിരിക്കും ഓപ്പോസിറ്റായ ലോസ് കയറി പോകുന്നത്. അപ്പം നമ്മൾ വെപ്രാളപ്പെട്ട് ലോസ് കട്ട് ചെയ്യും, അങ്ങനെ കാണാൻ തിരിച്ചത് പ്രോഫിറ്റിലോട്ട് വരുന്നത്. അങ്ങനെയല്ല ട്രേഡ് എടുക്കണം. നമ്മുടേതായിട്ടുള്ളൊരു നമ്മുടെ കപ്പാസിറ്റിക്കുള്ളിൽ ഒരു രീതിയിൽ നമ്മൾ ട്രേഡിങ്ങിൻ്റെ ഒരു സെറ്റ് ചെയ്യുക, അതിൻ്റെ അനുസരിച്ച് ട്രേഡ് എടുക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. നമുക്ക് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏത് രീതി ചെയ്യാൻ റിസ്ക് റിവാർഡ് കീപ്പ് ചെയ്തിട്ട് മാത്രമേ ചെയ്യുക. ഇവിടെ ഇപ്പം നമ്മൾ ഇപ്പോൾ VPC വെച്ച് നമ്മൾ എടുക്കാതെ ഇതിൻ്റെ ഹൈ അടിച്ചു കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് പ്രശ്നം, അതുവരെ നമുക്കൊരു പ്രശ്നമില്ല. ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെ എല്ലാം എൻട്രി എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ല, 224, 291 ആ റേഞ്ച് നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? അല്ല, ഇതല്ല, 124, 161 ഇവിടെ കണ്ടില്ലേ, ഇതെടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ എടുത്തത് 125, 560, 125, 242 ഈ റേഞ്ചിലൊക്കെ എടുത്തേക്കുന്നത്. ഇതെല്ലാം 125, 560 എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഞാൻ കാണിക്കാം. ഹൈ ഉണ്ട് 125, 700. നമുക്ക് ഈ ഹൈയിൽ പോയി എടുക്കാന്ന് പറയാം. നമുക്ക് ഇതുണ്ട് ഹെവി ഫ്ലാഷ് അടിക്കുന്നവരൊന്നും, പക്ഷേ എങ്കിൽ ഈ റേഞ്ചൊക്കെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ എടുക്കാം. 590. ഇപ്പോൾ 100 പോയെന്ന് പറയുമ്പോൾ $1 വ്യത്യാസമില്ല. അപ്പോൾ അത് നമുക്ക് വിഷയമില്ല. അവിടെ എൻട്രി എടുത്താൽ നമുക്ക് പല പ്രാവശ്യം ട്രേഡ് ചെയ്യും. ഞാനിപ്പം അതിൽ എത്ര 1, 2, 3, 4, 5, 6, 7 എങ്ങാണ്ട് സ്കാൾപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ലോസ് നോക്കട്ടെ, അല്ല, ഇത് ഇന്നലത്തെയാണ്, ഇവിടം തൊട്ടാണ് ചെയ്തേക്കുന്നത്. ഈ 5 ഒക്ടോബർ 5 ഇതല്ലേ, 1, 2, 3, 4, 5, 6 ട്രേഡ് എടുത്ത് 6 ചെറുതാണെങ്കിലും ചെറിയ പ്രോഫിറ്റാണ് ബുക്ക് ചെയ്ത്. സ്കാൾപ്പിംഗ് ആണ്, നമുക്ക് ടെൻഷനും ഇല്ല. ഓക്കെ, അപ്പോൾ നോക്കിയിരുന്ന് ചെയ്താൽ നല്ല ഒന്നാന്തരമായിട്ട് നല്ല രീതിയിൽ ഈ കറൻസിയിൽ ട്രേഡ് എടുക്കാൻ പറ്റും. കറൻസിയിലൊക്കെ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കറൻസിയിലും യൂസോ ഇല്ലാത്തൊക്കെ നമുക്കൊരു അഥവാ തെറ്റിപ്പോയാലും 1-2 ദിവസം ഹോൾഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിനകത്തുനിന്ന് പ്രോഫിറ്റ് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ബിറ്റ് കോയിന്, എതീറിയം, ഗോൾഡ് ഇതിനകത്തൊന്നും അത് പറ്റില്ല. നമുക്ക് ആവറേജിൽ നിന്നും പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ല, ഹെവി ലോസിലോട്ട് പോകും. അപ്പോൾ അതിനകത്ത് കഴിവതും സ്റ്റോപ്പ് ലോസ് ഇട്ട് ചെയ്യുക. അപ്പം സ്കാൾപ്പിംഗ് രീതി എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഇതിനകത്ത് ഏകദേശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചോദിച്ചാൽ മതി. അതല്ലെങ്കിൽ എൻ്റെ ഗ്രൂപ്പിൽ, ട്രേഡിംഗ് ഗ്രൂപ്പിലുള്ളവരാണെങ്കിൽ അതിനകത്ത് ചോദിച്ചാൽ ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.